ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ചർച്ചയ്ക്കോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങിയവരെ കൊണ്ട് തന്നെ അത് നിർത്തിക്കാനുള്ള പണി ഞങ്ങൾക്കറിയാമെന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർവിമാനമായ F-15 കുവൈറ്റിൻ്റെ ആകാശത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു. അത് ഒരു തീഗോളമായി കുവൈറ്റിൻ്റെ മണ്ണിൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകം ഞെട്ടലോടെയും ഭീതിയോടെയുമാണ് കാണുന്നത്. ആ ഞെട്ടൽ എന്ന് പറയുന്നത് ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. ഇപ്പോൾ തന്നെ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ യുദ്ധം അവസാനിക്കാൻ ഈ അവസ്ഥയാണെങ്കിൽ കുറഞ്ഞത് 3, 4, 5 ആഴ്ചകൾ വേണ്ടിവരും. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അമേരിക്ക വിജയിച്ചു എന്ന മട്ടിൽ ചില ലേഖനങ്ങളും വാർത്തകളുമൊക്കെ ഇന്നലെയും ഇന്നുമായി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇറാൻ ആണവ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചു, ഇറാൻ ഭയന്നു എന്നൊക്കെയാണ് ഈ വാർത്തകളുടെ കാതൽ. ട്രംപിൻ്റെ നീക്കം വിജയകരമായി. ട്രംപ് യുദ്ധത്തിന് ഓർഡറിട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് ഖാംനെയിയെ വധിച്ചതോടെ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ഇറാൻ സമ്മർദ്ദത്തിലാണ്. ഇറാൻ അമേരിക്കയുടെ കാല് പിടിക്കുന്നു എന്ന മട്ടിലായിരുന്നു ഈ വാർത്തകളൊക്കെ. പക്ഷേ അത് പരിപൂർണമായി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ആയത്തുള്ള അലി ഖാംനെയുടെ വധത്തിന് പിന്നാലെ ഒമാനി മധ്യസ്ഥർ മുഖേന ലാരിജാനി ചർച്ചയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് പരിപൂർണമായി തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തർജ്ജമ ഇങ്ങനെയാണ്: ഭ്രമാത്മകമായ സങ്കല്പങ്ങളിലൂടെ പശ്ചിമേഷ്യയെ കടുത്ത അരാജകത്വത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ കൂടുതൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അദ്ദേഹം സ്വയം രൂപപ്പെടുത്തിയ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തെ ഇസ്രായേൽ ഫസ്റ്റ് എന്നാക്കി മാറ്റി. ഇസ്രായേലിൻ്റെ അധികാരമോഹങ്ങൾക്കായി അമേരിക്കൻ സൈനികരെ ബലി കൊടുത്തു എന്നാണ് ലാരിജാനി എക്സിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, അമേരിക്കൻ സൈനികരും അവരുടെ കുടുംബങ്ങളുമാണ് ഇതിന് വില നൽകേണ്ടി വരിക എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഇറാനിലെ പുതിയ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ഇപ്പോഴത്തെ ഭരണസമിതിയുമായി അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന കൂട്ടരുമായി ഒരു ആണവ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇറാൻ തന്നെ രംഗത്ത് വരുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അത് പരിപൂർണമായി തെറ്റാണ് എന്ന് ഇറാൻ പറയുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം ഇറാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുവൈറ്റിൽ അമേരിക്കയുടെ പോർവിമാനം തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്നലെ വാർത്തകൾ വന്നിരുന്നു. അതായത് അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ പലയിടങ്ങളിലും നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പലയിടത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. ഏതാണ്ട് 3, 4, 5 ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകാൻ ഇറാന് യാതൊരു മടിയുമില്ല എന്ന തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന പ്രസ്താവനകൾ. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറയുന്നത് ഇറാൻ വ്യക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. ആക്രമണത്തിന് കാലപരിധിയോ സമയപരിധിയോ ഒന്നുമില്ല എന്ന് അബ്ബാസ് അരാങ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ഓഹരി വിപണി കുത്തനെ ഇടിയുകയാണ്. എണ്ണവില കുതിച്ചുയരാനുള്ള സാഹചര്യമുണ്ട്. സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ സകല മേഖലകളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ നോക്കുക, ഈ യുദ്ധത്തെ തുടർന്ന് പല രാജ്യങ്ങളും അവരുടേതായ നിലയിൽ പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ആകാശപാതകൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 1 മാസക്കാലത്തോളമൊക്കെ ഇത് തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യം. അതിനേക്കാൾ പ്രധാനമാണ് ലീവിനും മറ്റും നമ്മുടെ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ. അവരുടെ ജോലി പൂർണ്ണമായി നഷ്ടപ്പെടുമോ? തിരിച്ചു ചെല്ലാൻ കഴിയാതെയായാൽ അവരുടെ ജോലി ഇല്ലാതാകുമോ? അവരുടെ ഭാവി എന്താകും? തുടങ്ങി വലിയ ആശങ്കകൾ പ്രവാസികൾ ലീവിന് വന്നവർക്കടക്കമുണ്ട്. പലർക്കും പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ നിരവധി 100 പ്രവാസികൾ തിരികെ പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോവുകയാണ്, ജോലിക്ക് കയറാൻ വേണ്ടി പോവുമായിരുന്നു, അവിടെ ഇനി ജോലി ഉണ്ടാകുമോ എന്നറിയില്ല, എന്താകുമെന്നറിയില്ല. വലിയ ആശങ്കയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിരന്തരമായി ആക്രമണം നടക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ തെറ്റാണ് എന്നാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾ തന്നെ വീഡിയോ
വീഡിയോ രൂപത്തിൽ പറയുന്നത്. അവർ പല വീഡിയോകളും ഇറക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പറയുന്ന പല സ്ഥലങ്ങളിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ചില മാധ്യമങ്ങൾ വീഡിയോ കണ്ട് ഒറിജിനൽ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിച്ച് പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. ബുർജ് ഖലീഫ ഒഴിപ്പിച്ചു എന്ന തരത്തിൽ വന്ന വാർത്തകൾ തെറ്റാണ്. ബുർജ് ഖലീഫയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ പ്രവാസികൾ തങ്ങളുടെ അപ്ഡേറ്റുകൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നു എന്നുള്ളതാണ്. ടെല്ലവീവിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു, അതുപോലെ തന്നെ ജെറുസലേമിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് പല മലയാളികളും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ സുരക്ഷിതരാണ്, മാധ്യമങ്ങൾ വെറുതെ പറയുകയാണെന്ന്. പക്ഷേ അതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ അവർ നിൽക്കുന്ന പ്രദേശത്ത് പ്രശ്നം ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ ഇസ്രായേൽ പലയിടങ്ങളിലും വലിയ തോതിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ, വാർത്തകൾ, ചിത്രങ്ങൾ ഒക്കെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. 9 പേരുടെ ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അവർ സ്വയംഭൂവായി മരിക്കില്ലല്ലോ, ആക്രമണത്തിലൂടെയല്ലേ മരിക്കൂ. അവർ ഭൂഗർഭ അറകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ വളരെ സുരക്ഷിതരാണ്, ഇസ്രായേലിൽ ഭയങ്കര സുരക്ഷാ കോട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസത്തിൽ ആക്രമണം നടക്കുന്നിടത്ത് പോയി വായു പൊളിച്ചു നിന്നാൽ മലയാളിയല്ല ആരായാലും മരിച്ചു പോകും. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക തന്നെ വേണം. വെറുതെ ഓവർ കോൺഫിഡൻസിൽ ഇരുന്ന് തള്ളരുത് എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. കാരണം എല്ലാവരും, അതായത് ലക്ഷക്കണക്കിന് മലയാളികൾ ഇസ്രായേലിൽ ഉണ്ടാകാം, അവരൊക്കെ നിശബ്ദത പാലിച്ചിരിക്കുമ്പോൾ 1-2 പേരാണ് ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന മട്ടിൽ ഈ യുദ്ധ സാഹചര്യത്തിൽ കോമഡി പറയുന്നത് പോലെയൊക്കെ വീഡിയോ എടുത്തിരുന്നത്. ഈ യുദ്ധ സാഹചര്യം എന്താണെന്നും ഇത് ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന് ഉൾപ്പെടെ ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ദുരന്തം എന്തൊക്കെയാണെന്നും അറിയുന്നവരാരും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ യുദ്ധ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയേ ശ്രമിക്കൂ. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങി വെച്ച ദുരന്തമാണ് ഈ യുദ്ധം. അത് തുറന്നു പറയുക തന്നെ വേണം, അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം, ഈ യുദ്ധം അവസാനിക്കുക തന്നെ വേണം. ഇപ്പോൾ തോന്നിയതുപോലെ ഇറാൻ്റെ അവിടുത്തെ പരമാധികാരിയെ കൊലപ്പെടുത്തുന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ, പ്രതിരോധ മന്ത്രി, സൈനിക തലവന്മാർ തുടങ്ങിയ ആളുകളെ മുഴുവൻ കൊന്നു തള്ളിയിട്ട് പെട്ടെന്ന് ആണവ ചർച്ചയ്ക്ക് വാ എന്ന് പറഞ്ഞാൽ, ഇറാൻ വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇറാനെ സംബന്ധിച്ച് വലിയ മുറിവാണ് ഏറ്റിരിക്കുന്നത്. ഇറാനിൽ 500ഓളം പേർ മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 1000-നടുത്ത് പേർക്ക് പരിക്കുണ്ട്. 150 കൊച്ചു പെൺകുട്ടികളെയാണ് ഇസ്രായേൽ അതിക്രൂരമായി വധിച്ചിരിക്കുന്നത്. അവരെവിടെ ചെന്നാലും ഇത്തരം ക്രൂരതകളും വൃത്തികേടുകളും പൈശാചികതയും കാണിക്കും. ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ പിന്തുണയ്ക്കുന്നവർ ഈ 150 കൊച്ചു കുഞ്ഞുങ്ങളെ സ്ഫോടനത്തിലൂടെ കൊന്നുകളഞ്ഞ നടപടിക്ക് എന്ത് വിശദീകരണം കൊടുക്കും, എന്ത് വിലയിരുത്തൽ കൊടുക്കുമെന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലരും പറയുന്നു ഇറാനിൽ സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അത് ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണ്. അങ്ങനെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഇതൊക്കെ പൊളിച്ചെഴുതാൻ അമേരിക്കയാരാണ്? അമേരിക്കയ്ക്കുള്ളിൽ എന്തൊക്കെ തരം നിയമങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അത് പൊളിച്ചെഴുതാൻ മറ്റൊരു രാജ്യവും പുറമേ നിന്ന് വരുന്നില്ലല്ലോ. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി കളിക്കുന്ന ആ പ്രവണതയ്ക്ക് കൈയടിക്കുകയാണെങ്കിൽ അത് ആർക്കെതിരെയും എങ്ങനെയും ഉണ്ടാകാം ഈ ലോകത്ത് എന്ന അരക്ഷിതമായ അവസ്ഥയാണ് ശരിക്കും അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർ, അമേരിക്കയും ഇസ്രായേലും യുദ്ധം ഇനിയും ഒരുപാട് കാലം തുടരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളുന്നവന്മാർ അധികം വൈകാതെ അനുഭവിക്കും, കരയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ആഗോള വിപണിയിൽ വലിയ ഉലച്ചിലുണ്ടാവുകയാണ്, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരാൻ പോവുകയാണ്. ഇന്ധനവിലയും സ്വർണ്ണവിലയും ഒക്കെ കുതിച്ചുയരുന്നു, അവശ്യ വസ്തുക്കളുടെ ക്ഷാമം ഉണ്ടാകും, വിലക്കയറ്റം രൂക്ഷമാകും, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊക്കെ ഉണ്ടാക്കിയതാരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും അനിവാര്യമാണ്. ഇറാൻ പണ്ട് മുതലേ പറയുന്നത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പറയും എന്ന് ഇറാൻ ആദ്യം മുതൽ പറയുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കയറി ആക്രമിച്ചു, ഇനി ഇറാൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇറാൻ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അമേരിക്കയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഇസ്രായേലിനുണ്ടാകുന്നു, ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ തകരുന്നു, ഗൾഫ് രാജ്യങ്ങളിലെ ചില സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ. ഇത് ഇവിടെ കൊണ്ട് തീരില്ല. ഇനിയും ആക്രമണം ഇറാൻ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് വലിയ ദുരന്തമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.